ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ തലവേദനയ്ക്ക് കുത്തിവയ്പ്പെടുത്തതിന് പിന്നാലെ 7 വയസ്സുകാരന്റെ കാല് തളർന്ന സംഭവത്തിൽ കുട്ടിക്ക് തുടർ ചികിത്സ പോലും ലഭ്യമാക്കാതെ ആരോഗ്യവകുപ്പ്. മാനസികമായും സാമ്പത്തികമായും തളർന്നതോടെ ആത്മഹത്യയുടെ വക്കിലാണെന്ന് കുടുംബം പറയുന്നു. കുറ്റം ചെയ്തവരെ സർക്കാർ സംരക്ഷിക്കുകയാണെന്നും കുട്ടിയുടെ മാതാവ് 24നോട് പറഞ്ഞു. കുത്തിവയ്പ്പെടുത്ത നഴ്സിനെ നടപടിയുടെ ഭാഗമായി സ്ഥലം മാറ്റിയത് വീടിനടുത്തുള്ള ആശുപത്രിയിലേക്കാണെന്നും ആരോപണമുണ്ട്. സ്കൂൾ കായികോത്സവത്തിലെ അടക്കം മിന്നും താരമാണ് മുഹമ്മദ് ഗസാൽ. ആ 7 വയസ്സുകാരന്റെ മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ ആകെ സ്വപ്നമാണ് ഒരു നേരത്തെ അശ്രദ്ധയിൽ തകർന്നടിഞ്ഞത്. ഏറെക്കാലത്തെ ആഗ്രഹത്തിനൊടുവിലാണ് 7 വയസ്സുകാരൻ മുഹമ്മദ് ഗസാലിന് സൈക്കിൾ വാങ്ങിയത്. ഒന്ന് ചവിട്ടി നോക്കാൻ പോലും ആയില്ല. തളർന്ന കാലുമായി കണ്ണീരോടെയാണ് ഈ പിഞ്ചു കുഞ്ഞ് സൈക്കിളിലേക്ക് നോക്കുന്നതെന്ന് മാതാവ് ഹിബ. ഞങ്ങൾ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ മോനാണെന്നുണ്ടെങ്കിൽ പുതിയൊരു സൈക്കിളിന്റെ മോൻക്ക് മേടിച്ചതായിരുന്നു, അതുപോലും ചവിട്ടാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പോൾ കുട്ടിക്ക് സ്കൂളിലും പോകാൻ പറ്റുന്നില്ല. ഡിസംബർ 1 തലവേദനയെ തുടർന്ന് കുട്ടിയെ ചാവക്കാട് ആശുപത്രിയിൽ എത്തിക്കുന്നത്. കുത്തിവയ്പ്പിനിടെ ഞരമ്പിനേറ്റ ക്ഷതമാണ് കുഞ്ഞിന്റെ സ്വപ്നങ്ങൾ തകർത്തതെന്ന് കുടുംബം. ഒരു ഹൃദയ അശോക് കുമാർ എന്ന് പറഞ്ഞ ഡോക്ടറാണ് ഇത് പ്രിസ്ക്രിപ്ഷൻ എഴുതി തന്നത്. തലവേദനക്ക് എന്ന് പറഞ്ഞിട്ട് അവർ സൈക്ലോപാം ഇഞ്ചക്ഷൻ വയറുവേദനയാണ് തന്നിട്ടുണ്ടായിരുന്നത്. ജീഷ് KP കുന്നുംപറമ്പിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. നോർമലി ഇങ്ങനെ മസിൽ പിടിച്ചിട്ടാണ് ഇഞ്ചക്ഷൻ സാധാരണ ചെയ്യാറ്. പക്ഷെ അയാൾ ചെയ്ത ഒറ്റ കുത്തും കുത്തി അതേ സമയത്ത് തന്നെ മരുന്നും കയറ്റി. മുഹമ്മദ് ഗസാലിന്റെ ഇടതുകാലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടിട്ടും കുത്തിവയ്പ്പെടുത്ത നേഴ്സിനെ വീടിനടുത്ത ആശുപത്രിയിലേക്ക് സ്ഥലം മാറ്റിയതല്ലാതെ മറ്റു നടപടിയില്ല. പണിഷ്മെന്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് അയാളുടെ വീട് വെള്ളിക്കുളങ്ങരയാണ്. ആ ഇരിങ്ങാലക്കുട ജനറൽ ഹോസ്പിറ്റലിലേക്കാണ് അയാൾക്ക് സ്ഥലം മാറ്റം കൊടുത്തുള്ളത്. അതായത് സ്വന്തം വീടിന്റെ അടുത്തേക്ക് തന്നെ അയാൾക്ക് വീട് കൊടുത്തിരിക്കുകയാണ്. ഫിസിയോതെറാപ്പിസ്റ്റിനെ നിയമിക്കാമെന്നറിയിച്ചെങ്കിലും ഇതുവരെയും ലഭ്യമായിട്ടില്ല. സാമ്പത്തികമായി തകർന്നെന്നും കുടുംബം പറയുന്നു. കുറ്റം ചെയ്തവർക്ക് സംരക്ഷണവും ഇരയാക്കപ്പെട്ടവർക്ക് നീതി നിഷേധവും എന്നതാണ് ആരോഗ്യവകുപ്പിന്റെ നിലപാട്. സാമ്പത്തികമായും മാനസികമായും തകർന്ന കുടുംബം ഒന്നേ ചോദിക്കുന്നുള്ളൂ, ഇനി ആരാണ് നീതി തരിക? തൃശൂരിൽ നിന്നും സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും എന്ന് ആവർത്തിക്കുന്നതല്ലാതെ ഒന്നും പ്രാവർത്തികമാകുന്നില്ല എന്നാണ് കുടുംബത്തിന്റെ പരാതി. തുടർ ചികിത്സയെന്ന ആരോഗ്യവകുപ്പിന്റെ ഉറപ്പും നടപ്പായിട്ടില്ല. ആഗ്രഹിച്ചു വാങ്ങിയ സൈക്കിൾ പോലും ചവിട്ടാനാകാത്ത ആ 7 വയസ്സുകാരന്റെ വേദനയ്ക്കൊപ്പമാണ് ഒരു നാടൊന്നാകെ. പ്രതികരണങ്ങളിലേക്ക്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം, ചികിത്സ സഹായം കൊടുക്കുകയും വേണം. ഇത് രണ്ടും വേണ്ടതാണ്. അതിലൊന്നും കുറവില്ല. അത് അവരുടെ പേരിൽ തെറ്റല്ലേ? ആ തെറ്റിന് നമ്മൾ ബാക്കിയുള്ളവർ അത് സഹകരിച്ചേ പറ്റൂ. കുറ്റക്കാർക്കെതിരെ നടപടി വേണം, അവർക്ക് ചികിത്സാ സഹായം കൂടി കൊടുക്കും വേണം. സർക്കാർ നടപടി എടുക്കുന്നു. സർക്കാരിൻ്റെ വശത്തുനിന്ന് ഒന്നേണ്ട ഒരു പഴമല്ലേ, ഗവൺമെൻറ് ഹോസ്പിറ്റലല്ലേ, അങ്ങനെ തന്നെ വേണ്ട.